മടിയാണ്. ഇവിടെ വന്നപ്പോൾ പണ്ടത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാ വീട്ടിലും ഒരു കരച്ചിലാണ്. നമ്മൾ ആള് ഹാപ്പിയാണ്, വരാനൊക്കെ ഹാപ്പിയാണ്, കുഴപ്പമില്ല. രാവിലെ കുറച്ച് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് രാവിലെ ചെറിയ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാൻ കിട്ടിയിട്ടില്ല. നല്ല ഹാപ്പിയാണ്. വൈകുന്നേരം വന്നാൽ ഇവിടുത്തെ കഥകൾ ടീച്ചർമാരുടെ വീട് പറയും, ടീച്ചർ വന്നില്ല, കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ആൾക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നില്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറയുകയും ചെയ്യും. വിദ്യ ടീച്ചറെ കുറിച്ചാണെങ്കിലും ഡീനാമിസിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള മിസ്സുമാരുടെ പേരറിയത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പറയും. ആന്റിമാരെ കുറിച്ചാണെങ്കിലും ഒക്കെ പറയും. ആകെ ഒരു പ്രശ്നം അമ്മയില്ലാതെ വന്നതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമുള്ളൂ. അല്ലാതെ പഠിക്കാനൊരു മടിയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്കിൽ ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമോ ഒന്നുമില്ല, ഒരു മടിയൊന്നുമില്ല. അതാണ് പറയാനുള്ളത്. പിന്നെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട. എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് ഇവിടെയാണ് വിട്ട്. 10 കൊല്ലമായി അവളെ ഇവിടെ വിട്ട്. അവൾ LKG UKG കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത ആ കെയറും എല്ലാ കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ ഇവളെ ഇവിടെ ചേർത്തത്. ആ അതേ സ്നേഹം തന്നെ വിദ്യാ മിസ്സിനായാലും ടീന മിസ്സിനായാലും ഇപ്പോഴും ഉണ്ട്. അതിന് ഒരു കുറവുമില്ല. നന്നായിട്ട് കെയർ ചെയ്താണ് നോക്കുന്നത്. സ്കൂളിൽ വരാനും മടിയില്ല. സ്കൂൾ വിട്ട് വന്ന ഉടനെ ഹോംവർക്ക് ചെയ്യണമെന്ന് പറയും. ആദ്യം ഇവിടെ ടഫാണ്. അല്ലെങ്കിൽ 2 ലൈനിൽ പുറത്ത് പോകും. ദിവസമൊക്കെയുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം ടീച്ചർ പറഞ്ഞു മുഴുവൻ കഴിക്കുന്നുണ്ട് പറഞ്ഞു. ചില ദിവസം വെള്ളം കുടിക്കാറില്ല. ചിലപ്പോൾ കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ പറയുന്നത് കഴിക്കുന്ന ഫുഡ് കഴിച്ചാൽ മതി, ബാക്കി ഉണ്ടെങ്കിൽ കളയണ്ട. അങ്ങനെ തന്നെ അടച്ചു വെച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അത് കഴിക്കുന്നുണ്ടല്ല, കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിള്ളേർ കണ്ടത് നമുക്ക് കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കരയിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച പിന്നെ മിസ്സിനെ വിളിച്ച് പറഞ്ഞു മറ്റു നേഴ്സറിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവനൊരു അക്ഷരം അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് ടീച്ചറോട് ഞാൻ പറഞ്ഞു അവനെ അറിയില്ല, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, എഴുതാൻ താല്പര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരയോ അങ്ങനെയൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ടീച്ചർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവൻ എഴുതുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ എഴുതിയപ്പോൾ ഇന്നലെ ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞു ലൈനിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മിസ് പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ. പക്ഷെ വീട്ടിൽ വന്നാലും കുഴപ്പമൊന്നും അവന് എഴുതാനൊക്കെ താല്പര്യമാണ്, കരച്ചിലൊന്നുമില്ല. പിന്നെ മിസ്സിനോട് നല്ല കൂട്ടാവുമെന്ന് എനിക്കറിയാം. പറഞ്ഞു മൂത്ത ആള് ഇവിടെ പഠിച്ചത്. അപ്പോൾ മിസ് പറഞ്ഞു മൂത്ത മോനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, അവനും ഇവരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അവൻ നന്നായിട്ട് എന്ത് കാര്യത്തിലും തുടക്കത്തിൽ തന്നെ നന്നായിട്ട് അവൻ ചെയ്യുമായിരുന്നു. അവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഇവൻ ആയിക്കോളും. ഇപ്പോൾ ഒരു 2 മാസമല്ലേ ആവുന്നുള്ളൂ. അപ്പം അത് കാരണം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ പഠിക്കണേന് താല്പര്യക്കുറവൊന്നുമില്ല, പറയാനും താല്പര്യം, എഴുതാനും താല്പര്യം. ഫുഡും കഴിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ പോരാനായിട്ട് താല്പര്യക്കുറവ്. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വഴക്ക് പറയുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ ടീച്ചേഴ്സിനെ കുറിച്ച് നല്ല താല്പര്യമായിട്ടാണ് മൂത്ത മോനെ വിട്ട് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് ഇളയ മോനെ ഞാനിവിടെ ചേർത്തത്. ഞാൻ പാറുണയുടെ അമ്മയാണ്. അവൾ ആദ്യം വരുന്ന സമയത്തൊക്കെ നല്ല കരച്ചിലായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ തുടങ്ങും കരച്ചിൽ, എനിക്ക് പോകാണ്ടായിരുന്നു ഇരുന്നാൽ മതിയോ. ഇപ്പൊ കരച്ചിലൊന്നുമില്ല, ഇപ്പൊ സന്തോഷമായിട്ടാണ് വന്നത്. ഹോംവർക്ക് ആണെങ്കിലും വരുമ്പോൾ തന്നെ ഭക്ഷണം വെച്ചായി കൈ കഴുകിയ കുടിയേറ്റ് ഉപ്പാണ് എനിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് എന്ത് തന്നെ ഇരുന്ന് എഴുതും എല്ലാം. ഇപ്പൊ സന്തോഷമാണ്. കൃഷ്ണയുടെ അച്ഛനാണ്. മോന് സംസാരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിപ്പോൾ ഒരു മാസത്തോളം ആഴ്ച മാറ്റമുണ്ട്. നന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് കൊച്ചത് മാത്രമേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനും മോൾക്ക് ഭക്ഷണം കഴിക്കാൻ കുറവാണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ബെറ്ററായിട്ടുണ്ട്. തീർത്തോണ്ട് കിട്ടിയൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഉറക്കം മോൾക്ക് ഇച്ചിരി ഫോട്ടാണ്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആളായി വരുന്നുണ്ട്. മോളുടെ ആയിട്ടാണ് എനിക്ക് ഞാൻ വരലക്ഷ്മിയുടെ ഒക്കെയാണ്. വരലക്ഷ്മി ഉറക്കം എപ്പോഴും ശരിയായിട്ടില്ല. ആൾ 12 മണി 1 മണിയാകുമ്പോൾ ഉറങ്ങും. എത്ര പറഞ്ഞാലും